ഇറ്റ്സ് ടു ഡിഫറെൻറ്റ്. ഇത് കിങ്ങിൻ്റെ ഡോട്ടറാണ്. ഹാൻഡ് മെയ്ഡ് നൈഫ്. അച്ഛാ, ഇത് കാണുന്നതാണ് മ്യാൻമാറിൻ്റെ ബൈക്ക്. മ്യാൻമാർ. ഇങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. എല്ലാവർക്കും വണക്കം. എല്ലാവരും രാവിലെ ഇന്നലെ വീഡിയോത്തിൽ കണ്ടു കാണും. ഞാൻ ഉണ്ടായിരുന്നത് നാഗാലാൻഡിലെ മോൺ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണ്, മോൺ ടൗണിലാണ് ഉള്ളത്. ഹലോ. സോ ഈ വീട്ടിൽ നിന്ന് പുറത്ത് നോക്കിയ അടിപൊളി കാഴ്ചയാണ്. രാവിലെ ഇപ്പം 6:30 ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ പെട്ടെന്ന് സൂര്യോദയമാവും. 5:30 5 o'clock ഭയങ്കര വെട്ടമായിരിക്കും. 5:30 സൂര്യൻ ഉദിക്കാറുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ വാഷ്റൂം കൊണ്ട് കാണിച്ചു തരാം. നമ്മളിടയ്ക്ക് വീട്ടിൻ്റെ അകത്തോ വീട്ടിൻ്റെ സൈഡിൽ ആയിട്ടില്ല, വീട്ടിൻ്റെ കുറച്ച് ലോങ് ആയിട്ട് ഉണ്ടായിരിക്കും. ഹലോ, അറിയില്ല. സോ ഇതാണ് വാഷ്റൂം. സോ അങ്ങനെ വീട്ടിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ സൂര്യൻ വന്നിട്ടുണ്ട്, ബട്ട് ഇച്ചിരി തണുപ്പുണ്ട്, കുഴപ്പമില്ല. ഇവിടെ നിന്ന് പോവുക. അടിപൊളി കാഴ്ചയാണ്. ടൈം നോക്കിയാൽ 8 മണി ആയിട്ടുണ്ട്. സൂര്യനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇരുന്ന ഫോഗ് നല്ല രീതിയിലുണ്ട്. എല്ലാ സ്ഥലത്തിലും ഫോഗാണ്. സോ ഒരു 10 മിനിറ്റിൻ്റെ ശേഷം ഒന്നും കാണാൻ സാധിക്കാൻ പറ്റുന്നില്ല. തണുപ്പും ഉണ്ട് ഇച്ചിരി, ബട്ട് സൂര്യൻ വന്നുകൊണ്ട് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. फर्स्ट टाइम नागालैंड है, फर्स्ट टाइम नॉर्थ ईस्ट है मेरा. फर्स्ट टाइम नॉर्थ ईस्ट. फर्स्ट टाइम नॉर्थ ईस्ट. कल नॉर्थ ईस्ट जाएगा मैं. ഫസ്റ്റ് ടൈം ഒരു കാറിൽ, അതും ഒരു ചേച്ചി ലിഫ്റ്റ് തന്നിട്ടുണ്ട്. സോ ലാങ്വ പോവുക. ലാങ്വ വരെ പോകുന്നില്ല യൂട്യൂബിലെ. ലാങ്വ വരെ പോകുന്നില്ല, തൊട്ടടുത്തുള്ള ഒരു വില്ലേജ് വരെ പോവുക. അതിൻ്റെ ശേഷം അവിടെ നിന്ന് ഈ ലാറിലാണ് ലിഫ്റ്റ് ചോദിച്ചത്, കിട്ടിയില്ല. പിന്നെ ആ വില്ലേജിൽ എൻ്റെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കണം, കിട്ടുമെന്ന് അറിയത്തില്ല. ഭയങ്കര റിമോട്ട് ഏരിയ ആണ്. വണ്ടി പോകുന്നത് വരുന്നതൊക്കെ കുറവാണ്. നോക്കാം എന്താണെന്ന്. ഇവിടെ റോഡ് ഫുള്ളായിട്ട് സിക്സാഗ് ആയിട്ടാണ് ഉള്ളത്. ഫുള്ളായിട്ട് മൗണ്ടൻ റോഡാണ്. സോ ഭയങ്കര ഡേഞ്ചറാണ്. സൈഡിൽ നമ്മുടെ സേഫ്റ്റീൻ്റെ ഇത് വെച്ചിട്ടില്ല. ഹൈവേയിലൊക്കെ കാണാൻ പറ്റില്ലേ. എന്നാൽ പിന്നെ നമ്മളുടെ ഊട്ടി, കൊടൈക്കനാൽ ആ സൈഡിലൊക്കെ കാണാൻ പറ്റും. സൈഡിലെ സേഫ്റ്റിക്ക് വയ്ക്കുന്ന കമ്പിയൊക്കെ ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ട്, എന്താണ്, വണ്ടിയൊക്കെ പെട്ടെന്ന് കയറി വരുമോ. ഈ ചേച്ചി പറയുന്നുണ്ട് പുതിയ റോഡൊന്ന് സ്ട്രൈറ്റ് ഡബിൾ ലൈൻ റോഡൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. റോഡും മീൻസ് റോഡിൻ്റെ പാത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കൺസ്ട്രക്ഷൻ മാത്രമേ പെൻഡിങ് ഉള്ളൂ. സ്ട്രൈറ്റ് റോഡാണ്. സോ പെട്ടെന്ന് പോകാൻ പറ്റും, ഇച്ചിരി സേഫാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ ആ റോഡൊക്കെ ഇവിടെ വന്നാൽ ഇച്ചിരി എളുപ്പമായിട്ടിരിക്കും പോകുന്ന സ്ഥലമൊക്കെ. സോ ഇങ്ങനെ ലിഫ്റ്റ് കിട്ടി വന്നിരിക്കുക. Can you take video? Camera you also? സോ ഇവിടെ 2 ചേച്ചിയാണ്. ഓക്കെ, ഇവിടെ 2 ചേച്ചിയാണ് വന്നത്. ഓക്കെ, മിലേഗ बहुत धन्यवाद. അയ്യോ ശരി. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. സോ തന്നിട്ടുണ്ട്, ലിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ വരെ കൊണ്ടാക്കി. ഇനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ എന്തോ ഉണ്ട്. സോ അത് എങ്ങനെ പോകുന്നു ഒരു പിടിയില്ലല്ലോ, അറിയത്തില്ല. ഇവിടെ ടാക്സിയൊക്കെ ഉണ്ട്.
ടാക്സി കൊടുക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലില്ല. നോക്കാം. പിന്നെ ഇവിടെ ചെറിയ മാർക്കറ്റാണ്. ഓറഞ്ച് പിന്നെ ബനാന ഫ്രൂട്ട്സ് ഐറ്റമൊക്കെ കുറേ കാണാൻ പറ്റുന്നുണ്ട്. മേടിക്കുന്നുണ്ട്. പറ്റി എൻ്റെ കയ്യിൽ ഫുഡുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതാണ് ഈ വണ്ടിയൊക്കെ ലോങ്ങ് പോകുന്നതാണ്. സോ ഞാൻ ഇപ്പം എൻ്റെ വാട്ടർ സപ്ലൈ കണ്ടായിരുന്നു. ഈ മലേൻ്റെ മുകളിലുണ്ട് വരുന്ന വെള്ളത്തെ ചെറിയ പൈപ്പ് വെച്ച് പിന്നെ ബാമ്പു ഒക്കെ വെച്ച് ഇങ്ങോട്ട് അവൻ്റെ വീട്ടിലൊക്കെ എടുത്തിട്ട് പോകുന്ന ഇതാണ് കാഴ്ചയാണ്. സോ ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. സോ അവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട്. മലേൻ്റെ മുകളിലുണ്ട് വരുന്ന വെള്ളത്തെ അവൻ്റെ വീട്ടിൽ ഇങ്ങനെ ബാമ്പു ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. അടിപൊളിയാണ്. ഇവിടെ നമുക്ക് വെള്ളം പിടിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഫുള്ളായിട്ട് ബാംബൂസാണ്. സോ എവിടെ നോക്കിയാലും മാക്സിമം ബാംബൂസ് ട്രീ ആണ് കാണാൻ പറ്റും. അടുത്തൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ബൈക്കിലാണ്. ഇവിടെ നിന്ന് ഇച്ചിരി ദൂരം പോവുക ലോങ് വില്ലേജിൻ്റെ. ലോങ് വില്ലേജ് ഫുള്ളായിട്ട് പോകുന്നില്ല. ഇവിടെ കാണാൻ അടിപൊളിയാണ്. बहुत धन्यवाद. थैंक यू. नाइस टू मीट यू. आपका नाम? मिंटोन. ओके ठीक है, मिलेगा. सो അങ്ങനെ അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. बैकलोटेको अच्छा जरा भारी है. और टूटने के लिए सामान होगा यहाँ? नहीं सब पलटी करके डालेगा. ठीक है. बहुत भारी है इधर. भारी है. ठीक है. हाँ ओके. थैंक यू. ठीक है. Vlogging. You want to say hi? Okay. Later. Okay. All the Northeast are ladies are too shy. I also have YouTube channel. Okay. अच्छा. Channel name? Upper Mercy. Let's see. You can call later. Yeah. So അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പോവാണ്. ഇത് ഡയറക്റ്റായിട്ട് ഞങ്ങൾ പോകുന്ന വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ലോങ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പകുതി ഈ വീട്ടിൻ്റെ പകുതി ഈ വില്ലേജ് പകുതി ഇന്ത്യയിലാണ്, പകുതി നമ്മളുടെ മ്യാൻമാറിലാണ്. സോ ഇവിടെ ഒരു കിങ്ങിൻ്റെ പാലസ് ഉണ്ട്. ആ പാലസാണ് പകുതി ഇന്ത്യയിൽ പകുതി മ്യാൻമാറിലും ഉള്ളത്. ഇതാണ് ഈ കാണുന്ന ഇതാണ് ഒരു കിങ്ങിൻ്റെ പാലസ് വീടാണ്. പാലസ് എന്നും പറയാം അയാളുടെ ഇത്. പിന്നെ അതിൻ്റെ പകുതി മ്യാൻമാറിലും പകുതി ഇന്ത്യയിലും ആണ് ഉള്ളത്. ഇന്ത്യ നാഗാലാൻഡ് പകുതിയിലാണ് ഉള്ളത്. അടിപൊളിയാണ്. സോ ഇവിടെ വിൽക്കാൻ വേണ്ടി കുറേ ട്രൈബൽസിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മാലയൊക്കെ ചെയ്യുവാണ്. അച്ഛാ ട്രൈബലിൻ്റെ ഇത് ഇതിൻ്റെയോ പല്ലാണെന്നാണ് തോന്നുന്നത്. ക്ലിയർ ആയിട്ട് അറിയത്തില്ല, ചോദിച്ചു നോക്കും. ഇപ്പോൾ ഉള്ളത്
മ്യാൻമാർ ബോർഡറാണ്. ഇത് മ്യാൻമാർ, നാഗാലാൻഡ്, ഇന്ത്യ, മ്യാൻമാർ. അച്ഛാ ഇവിടെയാണുള്ളത്. ഇത് മ്യാൻമാറാണ്, കാണാൻ സാധിക്കും. മ്യാൻമാർ അകത്തോട്ട് പോവുകയാണ്. ഇതാണ് കിങ്ങിൻ്റെ പാലസാണ്. സോ ഇവിടെ എന്തോ ഒരു ഐറ്റം എന്തിന് ക്ലിയർ ആയിട്ട് എനിക്ക് പിടിപെടുന്നില്ല. സോ ഇത് ട്രൈബൽസിൻ്റെ ഒരു വുഡിൽ ചെയ്തതാണ്. ഫുള്ളായിട്ട് വുഡിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാമല്ലോ. ഈ യാനേൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് കണക്കിൽ ആണ്. സോ ഇത് ആണ് കിങ്ങിൻ്റെ പാലസ്. കൊള്ളാമല്ലോ. സോ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇവിടെ കുക്കിംഗ് പല ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ റിയൽ സ്കല്ലാണ്. ഈ ഓക്സിൻ്റെ വലിയ വലിയ മാനിൻ്റെ ടൈപ്സ് ഓഫ് ഡിയറിൻ്റെ ഇതാണ് ഒക്കെയാണ്. നല്ല കാണാൻ ഇച്ചിരി അടിപൊളിയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് സ്കല്ലിൻ്റെ ഇതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മാൻ, പിന്നെ ഈ എരുമ, വൈൽഡ് അനിമൽസിൻ്റെ പകുതി ഐറ്റംസ് അതൊക്കെ വൈൽഡ് അനിമൽസിൻ്റെ ഇതാണ്. സ്കൂൾ, മ്യാൻമാർ സ്കൂൾ ഇത്. സോ ഞാൻ ഇപ്പം നിൽക്കുന്നത് മ്യാൻമാറിലാണ്. സോ ഇവിടെ നിന്ന് മ്യാൻമാർ കാണാൻ പറ്റും. വിച്ചോൺ ദാദാ. ഓക്കെ, ആ സൈഡിലൊക്കെ കാണുന്നത് മ്യാൻമാർ സ്കൂൾ, മ്യാൻമാറിൻ്റെ സ്കൂളാണ്. അച്ഛാ അവിടെ അവിടെ ചെറിയ ചെറിയ വില്ലേജൊക്കെ കാണാൻ പറ്റും. പിന്നെ മുകളിലൊക്കെ आपका नाम? लेमाम. लेमाम. किंग का नाम? तूने पाव. तूने पाव. बहुत डिफरेंट नेम है. इट्स टू डिफरेंट. ഇത് കിങ്ങിൻ്റെ ഡോട്ടറാണ്. അച്ഛാ. So you prepare for Christmas everything? Okay. So you will celebrate Christmas this area? Okay. സോ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുവാണെന്ന് പറയുന്നുണ്ട്. സോ കിങ്ങിൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി പോവാ. ഇത് ഡോട്ടറാണ്. അച്ഛാ കിങ് വൈഫ്. ഗുഡ്. नमस्ते. नमस्ते. मैं साउथ इंडिया में तमिलनाडु. हिंदी they don't know. She don't know Hindi. Understand. Okay. हाँ तमिलनाडु, केरला, तमिलनाडु ऐसे. हाँ ऐसे घूमने के लिए आएगा. अच्छा है, बहुत अच्छा है. ഈ ലാംഗ്വേജ് ഹിന്ദിയും ഇത്തിരി അറിയത്തില്ല. ഓക്കെ. മ്യാൻമാറിൻ്റെ നൈഫാണ്, ഹാൻഡ് മെയ്ഡ് നൈഫ്. അച്ഛാ You can buy it. Can I? Yeah, it's sharp. ഇച്ചിരി ഹെവി ആയിട്ടുണ്ട് കേട്ടോ. നൈഫ് കൊള്ളാം, വെയിറ്റ് ആയിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡാണ്, ഉറപ്പായിട്ട് ഹാൻഡ് മെയ്ഡാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് ഇന്ത്യയിലാണ്. ഈ വീട്ടിൻ്റെ ആ സൈഡ് മ്യാൻമാർ, ഈ സൈഡ് ഇന്ത്യയാണ്. സോ പെട്ടെന്ന് ഇന്ത്യയിലും മ്യാൻമാറിലും എനിക്ക് പോയിട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. സോ കിങ്ങിൻ്റെ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ഫുട്ബോൾ മാച്ച് കാണാൻ വന്നതാണ്. കിങ്ങിൻ്റെ ഡോട്ടറിൻ്റെ കൂടെ, കിങ്ങിൻ്റെ മോളുടെ കൂടെ ഫുട്ബോൾ മാച്ച് കാണാൻ വന്നതാണ്.
കണ്ടിട്ടുള്ളത് നമ്പൂർ നഗരത്തിലാണ്. ഇവിടെ ഫുട്ബോൾ മാച്ച് നടക്കുവാണ്. ഈ ലോങ്വാൻ്റെ ഒരേ ചർച്ച് ഇതാണ്. സോ ഇവിടെ കാണുന്നത് ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവന്മാർ ഈ വില്ലേജ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യാനുള്ള ഇതാണ്, മീറ്റ് സംഭവമാണ്. എന്തോ വേൾഡ് അനിമലിൻ്റെ ഇതാണ്, ക്ലിയറായിട്ട് എന്ത് അനിമൽ എന്ന് അറിയത്തില്ല. സോ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലോങ്വാ വില്ലേജിലാണ്. ലോങ്വാൻ്റെ വില്ലേജിൻ്റെ മെയിൻ കിങ്ങിൻ്റെ ഹൗസിൻ്റെ അടുത്താണ്. ഈ സൈഡിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്, പിന്നെ ഈ വീട്ടിൻ്റെ ആ ഭാഗം ആ സൈഡിൽ മ്യാൻമാറാണ്. സോ ഇന്ത്യ മ്യാൻമാറിൻ്റെ ബോർഡറിലാണ് ഈ വീട് വരുന്നത്. കൊള്ളാമല്ലോ. പിന്നെ ഇവിടെ നിന്ന് അവിടെ ആ സൈഡ് ഭാഗമൊക്കെ മ്യാൻമാറാണ്. ഇതോടെ ഇന്ത്യ ഉണ്ടാവുന്നുണ്ട്. ഈ സൈഡ് നാഗാലാൻഡാണ്, ഈ സൈഡ് ഫുള്ളായിട്ട് മ്യാൻമാർ. എക്സാക്ട് സെൻട്രലിലായിട്ടാണ് ഈ വീട് വരുന്നത്. പിന്നെ അവിടെ മുകളിൽ കാണുന്നത് വാച്ച് ടവറാണ്. അതിൽ പോയി അവിടെ പോകാൻ ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി ലോങ്ങാണ്. പോയി നോക്കിയാൽ ഈ സിറ്റി, ഈ നമ്മുടെ ലോങ്വാ സിറ്റി, ഇത് ബേസിക്കലി വില്ലേജാണ്, ബട്ട് ഇപ്പം ഒരു ബിഗ് ടൗൺ കണക്കിലായിട്ടുണ്ട്. അതിൽ പോയി കയറി നോക്കിയാൽ ഈ ടൗൺ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഫുൾ 360 ഡിഗ്രി വ്യൂവും കിട്ടും. ഇവിടെ മല ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണുന്നതാണ് മ്യാൻമാറിൻ്റെ ബൈക്ക്, മ്യാൻമാറിൻ്റെ ആ സൈഡ് മ്യാൻമാറാണ്. ഇവിടെ അത് മ്യാൻമാറിൻ്റെ ബൈക്കാണ്. ഇത് ഇന്ത്യൻ ബൈക്കാണ്, റോയൽ എൻഫീൽഡ്. അത് എന്ത് കമ്പനി എന്ന് കൂടെ അറിയത്തില്ല. കെൻബോ എന്ന് പറഞ്ഞിട്ട് ഇതോ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നത്. കെൻബോ കൊള്ളാം. ഈ ബൈക്കിൽ ഒന്നുമില്ല, ബാക്ക് ലൈറ്റില്ല, നമ്പർ പ്ലേറ്റില്ല. അടിപൊളിയാണ് ബൈക്ക് കാണാം. ഇവിടെ വലിയ സീനാണ്. ഇവിടെ ഇതുണ്ട്, നമ്മുടെ മിലിറ്ററിയും ഉണ്ട്, ഇന്ത്യൻ ആർമിയുണ്ട്. സോ ബോർഡർ ആയതുകൊണ്ട് ഇന്ത്യൻ ആർമിയൊക്കെ നിൽക്കുന്നുണ്ട്. BSF ഇല്ല, നോർമൽ ആസാം റൈഫിൾസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ വെതർ കണ്ടീഷനൊക്കെ അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ആ ട്രൈബേഴ്സിനോട് ചോദിച്ചായിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ട്രൈബാണ്. ഞാൻ ചോദിച്ചായിരുന്നു ഫോട്ടോ എടുക്കാൻ വന്ന്. അപ്പോൾ പറഞ്ഞേ ഇല്ല, 100 രൂപ തരണോ, പൈസ ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഇനി ഫോട്ടോ എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പൈസ കൊടുത്തില്ല, ഫോട്ടോ എടുത്തില്ല, വെറുതെ എന്തിനാ പൈസ കളയുന്നത്. പിന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സോ രണ്ട് ദിവസത്തിൽ ക്രിസ്മസ് ആണ്. ഇന്ന് 23 ആണ്. സോ 25 ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കും ഇവിടെ, ക്രിസ്മസ് കാര്യമൊക്കെ. ഞാൻ ബേസിക്കായിട്ട് കണ്ട വിഷയം, ഈ വില്ലേജിൽ എല്ലാവരും ഹെൽപ്പിംഗ് മൈൻഡ് ആണ്. ഭയങ്കരമായിട്ട് ഹോസ്പിറ്റാലിറ്റി കാര്യമൊക്കെ നല്ല രീതിയിലുണ്ട് ഈ വില്ലേജിൽ. പിന്നെ ഈ വില്ലേജ് മാത്രമല്ല, ഈ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത മോൺ ടൗൺ ആയിട്ടും, പിന്നെ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് കറങ്ങി നോക്കിയ സ്ഥലമായിട്ടും കുറേ ആൾക്കാർ ഹെൽപ്പിംഗ് മൈൻഡാണ്. പിന്നെ ചില ആൾക്കാർ ലാംഗ്വേജ് മനസ്സിലാവാത്ത ആ ആൾക്കാർ മാത്രം ഡിഫറെൻ്റായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് ലാംഗ്വേജ് അറിയത്തില്ല. ഇത് ഫുൾ റിമോട്ടഡ് ഏരിയ ആണ് ഇതിവിടെ. ഫുള്ളായിട്ട് ജസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടില്ല, ജസ്റ്റ് ഓൺ വെഹിക്കിളിൽ തന്നെ വരാൻ വേണ്ടി വരും ഇവിടെ വില്ലേജിൽ. അങ്ങനെ കേട്ട കുറേ ഐറ്റംസൊക്കെ ഈ വില്ലേജിൽ കുറവാണ്. ലൈക്ക് ഇത് ബോർഡർ ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫോഴ്സ് ആസാം ഹലോ പോയി അകത്ത് പോയി. ഇന്ത്യൻ ആർമി
പിന്നെ അടുത്തൊരു വീട്ടിൽ സ്റ്റേ കിട്ടി. വീട്ടിലല്ല, ഒരു സ്കൂളിൻ്റെ അടുത്താണ് സ്റ്റേ കിട്ടിയത്. അവിടെ ക്യാമ്പ് അടിച്ചിട്ടുണ്ട്. എൻ്റെ ടെൻ്റ് അവിടെ പിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ആൾക്കാർ വന്ന് ചായ കുടിക്കുകയൊക്കെ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ വീട്ടിൽ കയറി വന്ന് ഇരിക്കുവാണ്, ചായ റെഡിയാക്കുവാണ്. ഹായ്, ഇയാളാണ് വീട്ടിൽ തന്നത്. സോ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായയും ബനാന. ബിസ്ക്കറ്റ്. അച്ഛാ അച്ഛാ, ബണ്ട് കണക്കിലുള്ള ബിസ്ക്കറ്റ്. ഓക്കെ, താങ്ക് യു. വാഴപ്പഴമും ചായയും ബിസ്ക്കറ്റും തന്നിട്ടുണ്ട്. സോ എന്തൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. ഹോസ്പിറ്റാലിറ്റി ഇവിടെ വലുതാണ്. ഓക്കെ, ഇവിടെ ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കുറേ വീടുണ്ട്. എല്ലാ വീടും ബാമ്പു വെച്ച് ഉണ്ടാക്കിയതാണ്. ബാമ്പുവും പിന്നെ ഏതോ ഒരു ലീഫ് വെച്ച് റൂഫ് ചെയ്തിട്ടുണ്ട്. എന്ത് ലീഫിനെ ക്ലിയറായിട്ട് അറിയത്തില്ല. സോറി. എല്ലാ വീടും, ചില വീടൊക്കെ പുതുതായിട്ട് കെട്ടിയ വീട് മാത്രം ഇച്ചിരി കൺസ്ട്രക്ഷൻ ഈ ചുടുകല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അല്ലാതെയുള്ള ഈ വീട് ഒക്കെ കെട്ടിയിട്ടുള്ളത് ഇത് വെച്ചാണ്, ബാമ്പു. ഇവിടെ എന്ത് ചെയ്യണമെന്ന് പിടിയില്ല. ടെൻ്റ് അടിച്ചിട്ടുണ്ട്. സോ നൈറ്റ് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. ഹലോ. സോ പിന്നെ ഫുഡൊക്കെ മാഗി ഉണ്ട് കയ്യിൽ. സാറിന് കുക്ക് ചെയ്ത് കഴിക്കാനാണ് പ്ലാനുള്ളത്. അറിയത്തില്ല, ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ. വീട്ടിൽ വന്നോളൂ, ഒന്നും പ്രോബ്ലം ഇല്ല, ഇച്ചിരി ഫുഡ് ഞാൻ തരാൻ. സോ നോക്കാം. പിന്നെ ഇവിടെ ഈ വില്ലേജ് ഒന്ന് കറങ്ങി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ ഇനി മുകളിലോട്ട് പോകണം. മുകളിൽ പോയി അവിടെയും കുറേ വീടൊക്കെ ഉണ്ട്, അത് പോയി കാണണം. അതിൻ്റെ ശേഷം ഇരുട്ടി ഫുൾ ഡാർക്കായിക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ ഇവിടെ ഇപ്പോൾ എല്ലാ വീട്ടിലും ആൾക്കാരുണ്ട്. സോ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ടൗണിലെല്ലാം പിന്നെ മെയിൻ സിറ്റിയിൽ നിന്നും എല്ലാ ആൾക്കാരും, എല്ലാ സ്റ്റുഡൻസ്, അവിടെ പഠിക്കാൻ പോയ ആൾക്കാർ, എല്ലാ ആൾക്കാരും അവരവരുടെ വില്ലേജിൽ വന്നിട്ടുണ്ട്. സോ അതാണ് ഇവിടെ കാണുന്നത്. ഈ ഷെയറിങ് സുമോയിലൊക്കെ വന്നിട്ടുണ്ട്. സോ മാക്സിമം ഹൗസ്, പിന്നെ മാക്സിമം സ്ഥലമൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. കൊച്ചു പിള്ളേരും പിന്നെ ഈ നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരും. പിന്നെ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ വലിയ സെലിബ്രേഷനായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ വീട്ടിലും ഇവിടുത്തെ ഞാൻ 2-3 വീട്ടിൻ്റെ അകത്ത് പോയി നോക്കിയായിരുന്നു. സോ എല്ലാ വീട്ടിലും ഗണ്ണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാക്സിമം ഗണ്ണ് അതൊക്കെ എളുപ്പമായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്രാൻഡ് മായെ കണ്ടായിരുന്നു. അമ്മേൻ്റെ കൂടെ ഒന്ന് വീട് കാണാൻ വേണ്ടി വന്നതാണ്. ആ ഗ്രാൻഡ് മാൻ്റെ ഗ്രാൻഡ് ഡോട്ടറും ഗ്രാൻഡ് സണ്ണും ഉണ്ട്. പിന്നെ ഇതൊക്കെ പുതുതായിട്ട് കെട്ടിയ വീടാണ്. ഇത് കോൺക്രീറ്റ് വീടാണ്. അമ്മമ്മ ഇരിക്കുന്നത് സെയിം ലൈക്ക് നമ്മളുടെ ബാമ്പു വെച്ച് ഉണ്ടാക്കിയ വീട്ടിലാണ്. ഓക്കെ, अच्छा गौन. हेलो रोनाल्डो. देखिएगा. हेलो. വിളിച്ചിട്ടുണ്ട്. ഹലോ.
പിന്നെ ഈ അമ്മമ്മേൻ്റെ വീട്ടിൽ വന്ന് അമ്മമ്മയൊക്കെ ചായ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഭയങ്കര കുറുമ്പാണ്. ചായ കുടിക്കുവാണ്. ഈ അമ്മയാണ്, ഈ ഗ്രാൻഡ്മയാണ് വന്നത്. കരയുവാണ്, എന്തെന്നറിയില്ല. Mickey Mouse lo. Mickey Mouse nè. കുടിക്കുവാണ്. ചായ കൊള്ളാം. അങ്ങനെ വീട്ടിലുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു അമ്മയായിരുന്നു. നല്ലൊരു ठीक है हाँ इधर स्कूल में है ना, इधर नीचे स्कूल है ना, उधर मैं टेंट बना दिया. उधर सो जाएगी. ഓക്കെ. സോ അങ്ങനെ അമ്മേൻ്റെ കയ്യിലും ഇവിടെ പറഞ്ഞിട്ട് ഇച്ചിരി ദൂരമുണ്ട്, അറൗണ്ട് 1 കിലോമീറ്ററിന് അടുപ്പിച്ചുണ്ട് സ്കൂളിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി. സോ ഇനി പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റും ഇവിടെ പെട്ടെന്ന് ഇരുട്ടാം. ഈ ബ്രൈറ്റ്നെസ് കൊണ്ട് ഇറങ്ങിക്കളിഞ്ഞാൽ മാത്രം മതി, ഫുള്ളായിട്ട് ഡാർക്കാവും. ഇവിടെ മണി ഇപ്പം 4 മണിയായിട്ടുണ്ട്. ആ ഗ്രാൻഡ്മാ നല്ല ഇതായിരുന്നു, ഹോസ്പിറ്റലിൽ നല്ല രീതിയിലിരുന്ന് വന്നവണ്ണെ ഞാൻ വീട്ടിൽ പോയി ഇരുന്നവണ്ണെ അമ്മ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ചായ ഉണ്ടാക്കിയൊക്കെ തന്നായിരുന്നു. ഒന്നും ചോദിച്ചില്ല, ചായ കുടിക്കുമെന്ന് ചോദിച്ചില്ല, അങ്ങനെ ഒന്നും ചോദിച്ചില്ല. നീ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. സോ ചായയും തന്ന് പിന്നെ അവിടെ ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എവിടെ പോകണമെന്ന് ഒരു പ്ലാനില്ല. സോ എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. क्या है? मटन, बीफ, മട്ടൺ. ഓക്കെ, ഇത് മട്ടനാണ്. ഇത് വെജിറ്റബിൾസ്, പിന്നെ റൈസ്, ദാള്. ചട്നി. ഓക്കെ, ഇത് ചട്നിയാണ്. ചിക്കൻ. അച്ഛാ, ഫിഷ് കാ ഫിഷും ചിക്കനും വെച്ചത് ഒരു ചട്നിയാണ്. റൈസ് തന്നിട്ടുണ്ട്, കഴിക്കാൻ പോവാം. ഓക്കെ, താങ്ക് യു. അവസാനം ഓറഞ്ച് തന്നിട്ടുണ്ട്. ഈ ഫാമിലിയാണ്. ഹായ്. സോ കഴിക്കട്ടെ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. സോ ഞാൻ വീട്ടിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഈ കൊണ്ട് എൻ്റെ ടെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. എന്തെങ്കിലും പട്ടി എന്തെങ്കിലും കയറി കാണുമോ? ക്ലോസ് ചെയ്തായിരുന്നു, ഇന്ന് ക്ലിയറായിട്ട് അറിയത്തില്ല. ഇവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട്. സോ പോയി നോക്കട്ടെ. പിന്നെ ക്ലിയർ ആക്കിയിട്ട് ഇവിടുന്ന് ഉറങ്ങണം. സമയം ഇപ്പം 6:30 6 o'clock എന്തോ ആയിട്ടുണ്ട്. ഫുൾ ഡാർക്കാണ് എല്ലാ സ്ഥലവും, ഫുൾ ഡാർക്കായിട്ടുണ്ട്. എവിടെ? സോ ഞാൻ എൻ്റെ ടെൻ്റ് അടിച്ച ഇടത്തിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇവിടെ പട്ടികളൊന്നും വന്നിട്ടില്ല. സോ ഇനി കയറി ബെഡൊക്കെ ഇട്ട് ഇച്ചിരി കിടക്കണം. ഇച്ചിരി പണിയുമുണ്ട്, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള, അത് ചെയ്യണം. സോ നാളെ രാവിലെ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എൻ്റെ പവർ ബാങ്ക് കാര്യമൊക്കെ ഫുഡ് കഴിച്ച വീട്ടിൽ വെച്ചിട്ടുണ്ട്, ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗ്, ഇത് പില്ലോയാണ്. ഇതിനി ഊതി നിറയ്ക്കണം, വലിപ്പിക്കണം. ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇത്ര പെട്ടെന്ന് ഗുഡ് നൈറ്റാണ് എൻ്റെ ലൈഫിൽ. ഇതൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നേപ്പാൾ പോയ ശേഷം അവിടെ പെട്ടെന്ന് കിടന്നു തുടങ്ങി. അവിടെയൊക്കെ
4:30 ഫുൾ ഡാർക്കാവും. വെട്ടം ഒന്നും കാണത്തില്ല. 4:30 5 o'clock ഫുൾ ഡാർക്കാവും. ഇവിടെ അറൗണ്ട് 7 o'clock 5 o'clock 5:30 ഡാർക്കായിട്ടുണ്ട്. So good night, bye.